സ്ഥിരമായി അലട്ടുന്ന ജലദോഷം, ചുമ അല്ലെങ്കിൽ അമിതഭാരം എന്നിവയ്ക്ക് ഒരു നാടൻ പരിഹാരം തിരയുകയാണോ നിങ്ങൾ? എങ്കിൽ സവാള വെള്ളം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിവിടെ ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് വട്ടത്തിൽ നല്ല ചെറിയ രീതിയിൽ തിന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എത്ര ചെറുതാക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ സവാളയ്ക്കുള്ളിലത്തെ ആ നീരൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. നമ്മളിവിടെ വലിയൊരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ആ വെള്ളം നമ്മളൊരു 1/4 ഭാഗം ആവുന്നത് വരെ നല്ല തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് നേരം വരെ നമ്മൾ ഈ വെള്ളം ഇട്ട് നമ്മളെ സവാള ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേണം നമ്മളിതൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ വേഗത്തിൽ തന്നെ തിളപ്പിച്ച് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു വലിയ ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു 1/4 ഗ്ലാസ് ആവുന്ന വരെ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് നമ്മൾ തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ വെള്ളമൊക്കെ നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇടത്തരം തീയിൽ ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കണം നമ്മളുടെ ഈ സവാളയിട്ട വെള്ളം. വെള്ളത്തിൻ്റെ അളവ് പകുതിയാകുന്നത് വരെ തിളപ്പിക്കുന്നത് കൂടുതൽ ഗുണം നൽകും കേട്ടോ. തിളച്ച ശേഷം തീ അടച്ച് പാത്രം ഒന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം അരിപ്പ് ഉപയോഗിച്ച് അരച്ചതിന് ശേഷം നമ്മളിതൊരു ചായ കുടിക്കുന്ന അത്രയും ചൂടിൽ നമ്മൾ കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ നല്ല ഗുണം ലഭിക്കുക കേട്ടോ. സവാളയിൽ കാലറി വളരെ കുറവാണ്. ഇത് മെറ്റാബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സവാള വെള്ളം സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. സവാളയിലെ ചില സംയുക്തങ്ങൾ ഇൻസുലിൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമമായി നിലനിർത്താൻ സഹായിക്കുമെന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ ഗുണകരമാണ്. മികച്ച ഉറക്കം ലഭിക്കാൻ സവാളയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളും ഫൈറ്റോ ന്യൂട്രിയന്റുകളും സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. ഇത് രാത്രിയിൽ ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ആന്റി മൈക്രോബിയൽ ഗുണങ്ങളും സെലീനിയം പോലുള്ള പോഷകങ്ങളും കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ണിനുണ്ടാകുന്ന അണുബാധകളെ തടയാനും ഇത് സഹായിക്കും. എല്ലുകളുടെ ആരോഗ്യം സവാള വെള്ളം പതിവായി ഉപയോഗിക്കുന്നത് എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് പ്രായമായവരിലും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന എല്ല് തേയ്മാനം കുറയ്ക്കാൻ ഫലപ്രദമാണ്. വീക്കം കുറയ്ക്കുന്നു. ശരീരത്തെ വീക്കങ്ങളും വേദനകളും കുറയ്ക്കാൻ സവാളയിലെ ആന്റി ഓക്സിഡന്റുകൾക്ക് കഴിവുണ്ട്. സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതൊരു ആശ്വാസം നൽകിയേക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. സവാളയിൽ വിറ്റാമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി നൽകുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്നു. സവാള വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയയെ സുഗമമാക്കാൻ സഹായിക്കുന്നു. ഇത് വയറിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. സവാള വെള്ളത്തിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. പണ്ട് കാലം മുതൽക്കേ ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നിവ കുറയ്ക്കാൻ സവാള വെള്ളം ഉപയോഗിക്കാറുണ്ട്. കഫം പുറത്തു കളയാനും ഇത് സഹായിക്കും. ഈ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കം നൽകുന്നു. കൂടാതെ ഇതിലെ സൾഫർ അംശം മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് കരുത്ത് നൽകാനും സഹായിക്കും. ഈ വെള്ളം നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അമിതമായിട്ട് ഉപയോഗിച്ച് നമുക്ക് നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ദിവസത്തിൽ 1 ഗ്ലാസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നല്ല തിളച്ച് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് മൂടിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇത് കുടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചായയൊക്കെ എത്ര ചൂടിലാണോ കുടിക്കുന്നത് അതേ ചൂടിൽ തന്നെ നമ്മൾ ഇത് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. രാവിലെ വെറും വയറ്റിലാണെങ്കിൽ അത്രയും ഗുണകരമാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഇതൊക്കെ അരിച്ച് വെച്ചിട്ട് നമ്മൾ 1 ഗ്ലാസ് ആയിരുന്നു എടുത്തത്. അത് 1/4 ഗ്ലാസ്സിന് താഴെയായിട്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ സവാളയിലെ ആ സത്തും എല്ലാം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മളൊരു 10-20 മിനിറ്റിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു നല്ല നാടൻ ഒരു മരുന്നെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുകയും ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.